ആവല അല്ലെങ്കിൽ ഒരു നെല്ലിക്ക ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്തിന് വേണ്ടിയിട്ട്, ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, പ്രൊമോട്ടിങ് ഡൈജസ്റ്റീവിന്, ഒത്തിരി വൈറ്റമിൻ സി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ആവല. ഈ ഒരു ആവല അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വെച്ച് നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി എരിവും പുളിയും മധുരമുള്ള ഒരു അച്ചാറാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പം വേഗം വായോ, നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മി സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഞാനിവിടെ കുറച്ച് നെല്ലിക്ക നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 1/2 കിലോ നമ്മുടെ നെല്ലിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലുള്ള സ്റ്റീമർ പോട്ടിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു 10 to 12 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 12 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഈ ഒരു ആംല നന്നായിട്ടൊന്ന് ബോയിലായി, അതായത് കുക്കായി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് അതിൽ ഒരു പൊട്ടൽ ഉണ്ടാവും. ആ ഒരു പൊട്ടലാണ് നമ്മുടെ ഈ ഒരു ആംല നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. നോക്കിക്കോളൂ, ആ ഒരു പൊട്ടൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെല്ലിക്ക ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുരുക്കളെല്ലാം മാറ്റിയെടുക്കാം. അതിനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ഒന്ന് ബോയിൽ, അതായത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് ആ സീഡ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് നന്നായിട്ട് എല്ലാം കുരുക്കളെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ആംലയുടെ എല്ലാ കുരുക്കളെല്ലാം മാറ്റി ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂണ് കരിഞ്ജീരകം, 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂണ് ഉലുവായും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ അളവിച്ചിരി കൂട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വക എല്ലാം ആഡ് ചെയ്ത് ഒന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വക എല്ലാം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ആ ഒരു പൊട്ടുന്ന സൗണ്ട് ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം വെച്ച് തന്നെ ഇതൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആംല നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആംല എല്ലാം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് ഈ ഒരു ഓയിലും ആ ഒരു കടുകും ജീരകം എല്ലാത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് ഗരം മസാലയൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലകളെല്ലാം നന്നായിട്ട് ആ ഓയിലോട്ടും നമ്മുടെ ഈ ഒരു നെല്ലിക്കയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു 3 to 4 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ ആ ഓയിലിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അച്ചാർ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഏകദേശം ഒരു 5 മാസം വരെ നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു അച്ചാർ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കഴിക്കാം, ഇടയ്ക്ക് കഴിയും. പക്ഷേ സ്പൂണൊക്കെ നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 മാസം വരെ നമുക്ക് ഈ ഒരു അച്ചാർ യൂസ് ചെയ്യാം കേട്ടോ. 5 മാസം ഒന്നും നിൽക്കില്ല, അത്രയും ടേസ്റ്റിയാണ്. ചപ്പാത്തിയൊക്കെ ഒപ്പം കഴിക്കുക, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു അച്ചാർ. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ പൂരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു അച്ചാർ മതി കേട്ടോ കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഓർഗാനിക് ശർക്കരയാണ്, അതായത് നല്ല ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ശർക്കര ഉണ്ടെങ്കിൽ അത് ഒന്ന് എന്താ പറയുക, നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചതിന് ശേഷം ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമയം ഒരു തുള്ളി പോലും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ശർക്കര ഉരുക്കി വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം.
നോക്കൂ, നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് ഇതേ ലിഡിറ്റ് ക്ലോസ് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ആ ഒരു ആംല, അതായത് നെല്ലിക്കയിലോട്ട് നന്നായിട്ട് ശർക്കര എല്ലാം യോജിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 2 to 3 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ശർക്കര പാവ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം സ്പൂണിൽ കുറച്ച് ശർക്കര പാനി എടുക്കുക. തണുത്തതിന് ശേഷം കൈമേ വെച്ച് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കാം. ഒരു നൂല്, ചെറുതായിട്ട് ഒരു നൂല് പരുവം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അച്ചാർ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കോളൂ, ഒരു നൂല് പരുവം ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കിക്കോളൂ, ഇതുപോലെ നന്നായിട്ട് ഒരു നൂല് പരുവം ആവുമ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ പെർഫെക്റ്റ്ലി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ജിഞ്ചർ പൗഡറാണ്. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഇഞ്ചി പൊടിച്ചത് ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റ് ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിവും പുളിയും മധുരം എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമയം ഒന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കുപ്പി എടുക്കുക. അതിലോട്ട് നമ്മുടെ ഈ ഒരു അച്ചാറൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. നമ്മൾ കുപ്പിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അച്ചാറും നമുക്ക് കുട്ടികളൊക്കെ കഴിക്കാറില്ലല്ലോ. ആംല വെറുതെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ അച്ചാറൊന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ ഒപ്പവും എന്താ പറയുക, പൂരിയുടെ ഒപ്പം ഒക്കെ അവർ കഴിച്ചോളൂ കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു. കാരണം ഇതിൽ എരിവും പുളിയും നല്ല മധുരമൊക്കെ ഉള്ള ഒരു അച്ചാറാണ്. അപ്പം വെറുതെ ആണല്ലോ അവർ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈവൻ ബ്രെഡിൻ്റെ ഒപ്പവും വരെ നമുക്ക് കഴിക്കാം. അപ്പം വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു അച്ചാർ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.